നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസത്തിലെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ആദിത്യൻ 6-ാമിടത്തിൽ സഞ്ചരിക്കുകയാൽ കർമ്മരംഗത്ത് ഉന്മേഷമുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായെങ്കിലും ജോലി ലഭിക്കുന്നതാണ്. തൊഴിലിടത്തിൽ സമാധാനം പുലരുകയും അധികാരികളുടെ നല്ല വാക്കുകൾക്ക് ഇടവരും. സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. മക്കളുടെ കഴിവിൽ അഭിമാനം തോന്നും. മകരക്കൂറുകാരായ അവിട്ട നാളുകാർക്ക് അല്പസ്വല്പം തടസ്സങ്ങൾ ഇടയ്ക്കിടെ നേരിടുന്നതായിരിക്കും. ആത്മവിശ്വാസം കുറയുന്നതായും കാണുന്നു. പ്രതീക്ഷിച്ച ലാഭം ബിസിനസ്സിൽ നിന്നും ഉണ്ടാകാനിടയില്ല. അത്യാവശ്യ ചെലവുകൾ നടന്നു പോകുന്നതായിരിക്കും. പുതിയ സംരംഭം തുടങ്ങാൻ പറ്റിയ ഒരു സമയമല്ല. ഈ മാസം കഴിഞ്ഞിട്ട് ചിങ്ങമാസ ഫലം വരുമ്പോൾ നോക്കാവുന്നതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമാണ്. അവിട്ടം നല്ല കുംഭക്കൂറിലുള്ള അവിട്ടംകാർക്ക് അല്പം നേട്ടമാണെങ്കിലും പക്ഷേ നേട്ടമാണെങ്കിലും അല്പം സ്വല്പം ക്ഷേത്ര ദർശനം കൊണ്ട് മറികടക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കുംഭക്കൂറുകാരിലെ അവിട്ട നക്ഷത്രക്കാർക്ക്. എന്നാൽ മകരക്കൂറുകാരായ അവിട്ട നക്ഷത്രക്കാർക്കാണ് അല്പം കാര്യതടസ്സങ്ങളൊക്കെ ഉള്ളത്. തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുകയോ അവിടെ എന്തെങ്കിലും വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. പിന്നീട് തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലത് മുരുകക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും തടസ്സങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണ്. പ്രത്യേകിച്ച് മകരക്കൂറുകാരായ അവിട്ട നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തി അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഏത് ക്ഷേത്രത്തിലാണോ പോകുന്ന ആ ക്ഷേത്രത്തിൽ തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് കാര്യതടസ്സം പ്രത്യേകം പറഞ്ഞ് ചെറിയ ദക്ഷിണ കൊടുത്താൽ നല്ല ഫലം കിട്ടുന്നതായിരിക്കും. മുരുകന് പൂമാല വെറ്റിലമാല സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മകരക്കൂറുകാർ നിർബന്ധമായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കുക. പല ദോഷങ്ങളും നമ്മൾക്ക് ക്ഷേത്രദർശനം വഴി തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശത്ത് നിൽക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ ഉള്ള മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അമ്മമാർ പോയി ചെയ്താൽ അതിന് തീർച്ചയായും നല്ല ഫലങ്ങൾ ലഭിക്കും. അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ നൊന്ത് പ്രാർത്ഥിക്കുന്നതാണ്. വൃദ്ധജനങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണ്. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. മറ്റ് ചിങ്ങം മാസഫലം വരുമ്പോൾ അതിനകത്ത് എന്ത് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ഞങ്ങൾക്കതൊരു പ്രോത്സാഹനം കൂടിയാണ്. ചിങ്ങമാസ ഫലങ്ങളുടെ പണിപ്പുരയിലാണ് ഞങ്ങളുടെ ഫുൾ ടീം. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.